എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രേണു സുധി പരസ്യമായിട്ട് മദ്യപിക്കാനായിട്ട് വന്നിട്ടുണ്ട്. പുള്ളിക്കാരത്തി ഇതേ ഒരു വീഡിയോയിൽ വന്നിട്ട്, അതായത് ഒരു ചാനലിന്റെ ഇന്റർവ്യൂവിൽ വന്നിട്ട് പബ്ലിക്കായിട്ട് മദ്യപിക്കുകയാണ് നമ്മുടെ ഈ പറയുന്നത് പോലെയുള്ള പാവം കൊച്ച്. ഈ പാവം കൊച്ച് മദ്യപിക്കുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പാവം കുട്ടിയല്ലേ, ആ കുട്ടി ഇത്തിരി മദ്യപിച്ചോട്ടെ, അതിലെന്താണ് കുഴപ്പം? നിങ്ങൾക്കൊക്കെ അസൂയയാണ്. ആ കുട്ടിക്ക് മദ്യപിക്കാനുള്ള മദ്യം നിങ്ങളാണോ കൊടുക്കുന്നത്? നിങ്ങളുടെ ഫാമിലിയിലുള്ളവരാണോ കൊടുക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് വിഷയം? ആ കുട്ടി മദ്യപിച്ചോട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് കുട്ടികളാണ് മദ്യപിക്കാത്തത്? നിങ്ങൾക്ക് മദ്യപിക്കാൻ കഴിയാത്തതിന്റെ അസൂയയാണ് സ്ത്രീയെ എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്ന ആളുകൾ അത്രയും കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് കമന്റ് ഇടാനായിട്ട് നിൽക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തന്നെ അങ്ങ് പറഞ്ഞു തന്നത് കേട്ടോ. പിന്നെ ബിന്ദു എന്ന് പറയുന്ന ഒരു കമന്റോളിയുണ്ട്. ഈ ഒരു കമന്റോളിയുടെ ഒരു വേലയെന്ന് വെച്ചാൽ, ഈ ഒരു പുള്ളിക്കാരത്തിക്ക് വേണ്ടിയിട്ട് ഓടി നടന്ന് കമന്റ് ഇട്ടിട്ട് അതിൽ നിന്നും കിട്ടുന്നത് എടുത്ത് വെച്ച് ഞണ്ണുന്ന ഒരു വ്യക്തിയാണ് ബിന്ദു എന്ന് പറയുന്ന വ്യക്തി. ആ ഒരു പുള്ളിക്കാരത്തിക്ക് പരാതി എന്ന് പറഞ്ഞാൽ, എൻ്റെ ശരീരം കുറച്ച് തടിച്ച് ഉരുണ്ട് കൊടുത്തിരിക്കുന്നതിലാണ് ആ ഒരു പുള്ളിക്കാരത്തിക്കുള്ള പരാതി എന്ന് പറയുന്നത്. അപ്പോൾ അവളടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ബിന്ദു എന്ന് പറയുന്ന കമന്റോളി ആയിട്ടുള്ള ആ ഒരു ലേഡിയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പൊന്നുമോളൊരു കാര്യം ചെയ്യും, ഒരു കടയിൽ പോയിട്ട് നല്ല അത്യാവശ്യം കട്ടിയുള്ള ഒരു റബ്ബർ ബാൻഡ് മേടിച്ച് ഒറ്റൊരു വലിയങ്ങ് വെച്ച് കൊടുക്കൂ. അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എപ്പോഴും വൈറലായിട്ട് നിറഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാവം കൊച്ചിൻ്റെ ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാവം കൊച്ച് ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇങ്ങനെ മദ്യപിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് മദ്യമൊന്നും അല്ല പുള്ളിക്കാരത്തി കഴിക്കുന്നത്, അത് വെറും പച്ചവെള്ളമാണ് കാണിക്കുന്നത്. എന്നിട്ട് മദ്യപിക്കുമ്പോഴുണ്ടാവുന്ന ഒരു മുഖഭാവവും സംഭവങ്ങളൊക്കെ ഇല്ലേ, അതങ്ങോട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. പുള്ളിക്കാരത്തി കഴിച്ചത് മദ്യമൊന്നും അല്ല. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് പുള്ളിക്കാരത്തി ഇട്ട് തരുന്നതാണ് വൈറലാവാൻ വേണ്ടിയിട്ട്. പുള്ളിക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിയുമ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയ എടുത്തു വെച്ചിട്ട് ആട്ടുമെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് പുള്ളിക്കാരത്തി ഇതിങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും പുള്ളിക്കാരത്തി നേരെ പോയി, പുള്ളിക്കാരത്തി ഇപ്പോൾ നിൽക്കുന്നത് ദുബായിലാണ്. 10 ദിവസത്തെ പ്രോഗ്രാമായിട്ടാണ് പുള്ളിക്കാരത്തി പോയത് എന്ന് പറയുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി എയർപോർട്ടിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, 10 ദിവസമേ ഉള്ളൂ, അത് പെട്ടെന്ന് അങ്ങ് പോകുമെന്ന് ഓർക്കുമ്പോഴുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ബിഗ് ബോസിനുള്ളിൽ നിന്നപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞതെന്ന് വെച്ചാൽ, ഋതപ്പനെ കാണാൻ പറ്റാത്തതിൻ്റെ ഭയങ്കര സങ്കടമാണ്, എൻ്റെ മോനെ എനിക്ക് കാണാതിരിക്കാൻ പറ്റൂല എന്നൊക്കെയായിരുന്നു പുള്ളിക്കാരത്തി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത്. അതിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും 10 ദിവസം അവിടെ നിന്നാൽ അത്രയും കൂടി കാശ് കിട്ടൂലേ, അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നേരത്തെ അവർ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലെ പ്രൊമോഷൻ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പൈസ കിട്ടുമ്പോൾ അതെടുത്ത് വെച്ച് വീടെങ്കിലും വെക്കാമല്ലോ, അല്ലെങ്കിൽ വീടെങ്കിലും മേടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ അവർക്ക്. അപ്പോൾ അതൊക്കെ അവർ ചെയ്തോട്ടെ. പക്ഷേ ഇവർ കാണിക്കുന്ന ഓരോരോ കോപ്രായങ്ങൾ കൺമുന്നിൽ കാണുമ്പോൾ നമ്മളതിനെ ശക്തമായിട്ട് റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യം സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതല്ലാത്ത പക്ഷം നമുക്കിവർ നശിച്ചു പോകണം, ഇവർ തകർന്നു പോകണം, ഇവരെ തകർത്ത് തരിപ്പടമാക്കണം എന്നുള്ള യാതൊരുവിധ ചിന്താഗതിയില്ല. പക്ഷേ ഇവർ തന്നെയാണ് ഇവരെ കൂടുതൽ വൈറലാക്കുന്നത്. കാരണം ഇവർ തന്നെ ഓരോ തവണയും വന്നിട്ട് ഓരോന്ന് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇട്ട് തരികയാണ് ചെയ്യുന്നത്. അവർക്കറിയാം അത് ഇട്ട് തരുമ്പോൾ അത് ജനങ്ങൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമെന്നും. അപ്പോൾ ഒരാളല്ല, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർ എടുത്തു വെച്ച് ഊക്കുമ്പോൾ ഒരാളിട്ട്, രണ്ടാളിട്ട്, മൂന്നാളിട്ട്, അങ്ങനെ പലരും ഇട്ട് കഴിയുമ്പോൾ ട്രോൾ വീഡിയോകളും വരും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും നമ്മൾ തന്നെ വൈറലായിട്ട് ഇങ്ങനെ നിൽക്കും. അത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലാണ്ട് മറ്റൊന്നുമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരത്തി ഓരോന്ന് ഇട്ട് തരുന്നു. അപ്പോൾ ഇവിടെ പല കമന്റോളികളും വന്നിട്ട് പറയുന്നത്, നിങ്ങൾ വ്യൂസിന് വേണ്ടിയിട്ടല്ലേ ഈ ഒരു സ്ത്രീയെ എടുത്ത് വെച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, അതെ, വ്യൂസിന് വേണ്ടിയിട്ടും റീച്ചിന് വേണ്ടിയിട്ടും അതുമൂലം കിട്ടുന്ന വരുമാനത്തിന് വേണ്ടിയിട്ടും തന്നെയാണ് എല്ലാ ആളുകളും വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരവരുടെ മൂലയിൽ ഇരുന്നാൽ പോരെ. ഈ വീഡിയോ ചെയ്യാന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതായത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കുത്തിയിരുന്ന് എഴുതി കൃത്യമായിട്ട് കാണാതെ പഠിച്ചിട്ടൊന്നുമല്ല ഇടുന്നത്. നമ്മൾ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് നമ്മൾ അതേക്കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ അതിന് പിന്നിൽ ആ ഒരു വീഡിയോ ആയിട്ട് അത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഒരുപാട് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഒരുപാട് സമയം നമ്മുടെ നെറ്റ്, നമ്മുടെ കറണ്ട്, നമ്മുടെ ബ്രെയിൻ, ഇതെല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു വീഡിയോ ഒരുപക്ഷെ വിജയിക്കാം, ചിലപ്പോൾ വിജയിക്കാതിരിക്കാം. എന്നാൽ പോലും ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത്രയധികം കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് തന്നെയാണ് മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വീഡിയോ ഓടുന്നതനുസരിച്ച് യൂട്യൂബ് നമുക്ക് പൈസ തരുന്നതും, മനസ്സിലാക്കിക്കോ. അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തികൾ നെഗറ്റീവിലൂടെ ആണെങ്കിൽ പോലും പബ്ലിസിറ്റി കിട്ടണം എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? വരുമാനത്തിന് വേണ്ടി തന്നെയാണ്. സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുമ്പോൾ മാത്രമേ ഇവർക്കൊക്കെ പ്രൊമോഷൻ വീഡിയോകളും അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങളും ഒക്കെ കിട്ടത്തുള്ളൂ.
അഭിനയിക്കാനുള്ള ചാൻസ് ആണെങ്കിലും കിട്ടത്തുള്ളൂ. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലായിട്ട് നിൽക്കുന്ന ആളിന്, അതായത് നെഗറ്റീവ് പബ്ലിസിറ്റിയോ പോസിറ്റീവ് പബ്ലിസിറ്റിയോ എന്തോ ആകട്ടെ, അപ്പോൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആളുകളെയാണ് എപ്പോഴും എല്ലാവരും നോക്കുന്നത്. അവരെ കാണാനായിരിക്കും കൂടുതൽ ആളുകൾ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണെങ്കിലും കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ചാനൽ എടുത്ത് വീഡിയോ നോക്കുന്ന ആളുകൾക്കറിയാം ഞാൻ എല്ലാത്തരം വീഡിയോകളും റിയാക്ട് ചെയ്യുന്ന ആളാണ്. നന്മയും തിന്മയും ഒക്കെ റിയാക്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീഡിയോകൾ ഒരുപാടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ നോക്കുമ്പോൾ അതിനൊക്കെ വരുന്ന വ്യൂസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ രേണുസുധിയെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും അത് കേൾക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ തന്നെ കൂടുതലായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുന്നത്. നമുക്ക് റീച്ചിന് വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള ഒരു ഇടവും കൂടിയാണ് നമുക്ക് സോഷ്യൽ മീഡിയ. അപ്പോൾ അങ്ങനെ രണ്ട് രീതിക്ക് വേണ്ടി തന്നെയാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ഞാൻ മാത്രമല്ല, എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും കാര്യം അത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ, പലരും എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളങ്ങോട്ട് വീഡിയോ ഇടുമ്പോൾ തന്നെ ഒരു പാവം വിധവയെ അപമാനിക്കുന്നു, ഒരു പാവം വിധവയെ കൊല്ലുന്നു, അധിക്ഷേപിക്കുന്നു, പച്ച ഇറച്ചി തിന്നുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം അങ്ങോട്ട് വരും. കുറേ എണ്ണം ഒന്നിനും. അതായത് ഇവരോടത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഓരോന്നിട്ട് കഴിയുമ്പോൾ ആളുകൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യും. അതിന് നിങ്ങൾക്ക് വേദന തോന്നുന്നുണ്ടെങ്കിൽ കണക്കായിപ്പോയി, അത്രേ പറയാനുള്ളൂ. അടുത്തൊന്നും സംസാരിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല. കാരണം ഒരു കാര്യത്തിൻ്റെയും നെഗറ്റീവ് ഏത് പോസിറ്റീവ് ഏത് എന്ന് മനസ്സിലാക്കാതെ വന്നിരുന്നിട്ട് ആരുടെയെങ്കിലും പക്ഷം പിടിച്ചിട്ട് ചുമ്മാതെ വന്ന് കമൻ്റ് ഇട്ട് പോകുന്ന ആളുകളാണ്. ചിലരൊന്നും വീഡിയോ കണ്ടിട്ട് പോലും ആയിരിക്കില്ല കമൻ്റ് ഇടുന്നത്. പല കമൻറ്റുകളും നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം വീഡിയോ കാണാതെ വന്നിട്ട് കമൻ്റ് ഇടുന്നതാണ് എന്ന്. കാരണം ചിലരൊക്കെ കമൻ്റ് ഇടുമ്പോൾ വീഡിയോയുമായിട്ട് യാതൊരു തരം ബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് വന്ന് കമൻ്റ് ഇട്ടിട്ട് പോകുന്നത്. അപ്പോൾ അത്തരക്കാരോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം നിങ്ങൾ വീഡിയോ നന്നായിട്ട് കാണാൻ ശ്രമിക്കുക, അതിനുശേഷം നിങ്ങൾ കമൻ്റ് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അത്രയും എനിക്ക് ഇത്തരക്കാരുമായിട്ടുള്ള ആളുകളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന രേണുസുധി എന്ന് പറയുന്ന വ്യക്തി വൈറലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഓരോ ആളുകളും അവർക്കെതിരെ ശബ്ദമുയർത്തുന്നത് കൊണ്ട് തന്നെയാണ്. സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും വിമർശിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അധികം ആളുകളും സംസാരിക്കുന്നത്. ഈ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്നത് എനിക്ക് തോന്നുന്നു വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരും ഈ പറയുന്നത് പോലെ കത്തി നിൽക്കുന്നത്. നേരെ മറിച്ച് നമ്മളെ പോലുള്ള കുറച്ച് ആളുകൾ മൈൻഡ് ചെയ്യാതെ കളഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇവരും ഡൗൺ ആയി പോവും. ഇപ്പം നിൽക്കുന്ന ഈ ഒരു ഫെയിമൊന്നും പിന്നീട് കിട്ടത്തില്ല. അത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, എത്ര വലിയ സെലിബ്രിറ്റികൾക്കാണെങ്കിലും അവർക്കൊരു സമയം വരെ മാത്രമേ ശോഭിക്കാനായിട്ട് കഴിയുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അവർ ഡൗൺ ആവും, അവർ താഴേക്ക് പോരും. നമ്മൾ കേട്ടിട്ടില്ലേ, എത്ര ഉയരത്തിൽ പോയാലും താഴെ വന്നേ സമ്മാനം മേടിക്കാൻ പറ്റുള്ളൂ എന്ന്. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ സിനിമാ ഫീൽഡിൽ കത്തി നിന്ന താരങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ, പിന്നെ മഞ്ജു വാര്യർ ആയാലും, അതുപോലെ തന്നെ ഉർവശി ആണെങ്കിലും, ശോഭനയാണെങ്കിലും, നവ്യ നായരാണെങ്കിലും, അതുപോലെ വാണി വിശ്വനാഥ്, ഇവരൊക്കെ ഒരു സമയത്ത് കത്തി ജ്വലിച്ച് നിന്ന ആളുകളാണ് മലയാളം സിനിമാ ഫീൽഡിൽ. പിന്നീട് നയൻതാരയുടെ കാര്യമാണെങ്കിലും ഇവരൊക്കെ നല്ല രീതിയിൽ കത്തി നിന്ന താരങ്ങളാണ്. പിന്നീട് അവർക്കൊക്കെ ഇപ്പം എന്താ സംഭവിച്ചത്? അവർക്കൊക്കെ ഇപ്പം എത്ര വേഷങ്ങളാണ് അവർ ചെയ്യുന്നത്? അവർക്കൊക്കെ പണ്ടത്തെ പോലെ എന്തെങ്കിലും ഒരു റോളുണ്ടോ? അവരെയൊക്കെ പണ്ടത്തെ പോലെ അത്രയും ആരാധനയോടുകൂടി ഇപ്പോൾ ആരെങ്കിലും നോക്കാറുണ്ടോ എന്ന് കരുതിയിട്ട് പലരും പറയുമായിരിക്കും അവർക്ക് ഏജ് ആയതുകൊണ്ടൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മമ്മൂക്കയെയും ലാലേട്ടനെയും ആളുകൾ മൈൻഡ് ചെയ്യാതിരിക്കണമല്ലോ, അവർക്ക് നല്ല ഏജ് ഇല്ലേ? പക്ഷെ അവരിപ്പോഴും മലയാളികളുടെ ഹൃദയത്തിനുള്ളിലുണ്ട്. അവരിപ്പോൾ ചെയ്യുന്ന വേഷം, അവർ എത്രത്തോളം വേഷം ചെയ്യുന്നു എന്നോ അല്ലെങ്കിൽ അവരിപ്പോൾ വേഷം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ ഒന്നും വിഷയമില്ല. നമ്മളുടെ ഹൃദയത്തിലേക്ക് അടുക്കി വെച്ചിട്ടുണ്ട് അവർ അഭിനയിച്ചിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളും. അതിന്നും നമ്മുടെ മനസ്സിനുള്ളിൽ ജീവനോടെ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അഭിനയം നിർത്തിക്കഴിഞ്ഞാൽ പോലും അവർക്ക് എപ്പോഴും നമ്മുടെ മുന്നിൽ പത്തരമാറ്റ് തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ മലയാള സിനിമയിലായാലും, ഇപ്പോൾ തമിഴ് എടുത്താലും ഹിന്ദി എടുത്താലും, ജൂഹി ചൗളയൊക്കെ ഒരു സമയത്ത്, മനീഷ കൊയ്രാള, ജൂഹി ചൗള, കരിഷ്മ കപൂർ, ഇവരൊക്കെ ഹിന്ദി സിനിമ അടക്കി ഭരിച്ച താരറാണിമാരായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരൊക്കെ ഏതവസ്ഥയിലാണ്? അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരു സമയം വരെ മാത്രമേ ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പുതിയ ആളുകൾ കയറും. അപ്പോൾ ഇവർ വീണ്ടും പുറകിലേക്ക് പോകും. അപ്പോൾ അതങ്ങനെ തന്നെയാണ്. ഈ പറയുന്ന രേണുസുധിയെ റോക്കറ്റ് വേഗത്തിൽ കയറ്റിവിട്ട ആളുകൾ നമ്മളെപ്പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഓരോ വ്യക്തികളുമാണ്. കുറച്ച് കഴിയുമ്പോൾ അവരും ഡൗൺ ആവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും. കൂടുതലൊന്നും പറയണ്ടല്ലോ. നമ്മളെപ്പോലുള്ള ഇവരെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇവരെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന, സംസാരിക്കുന്ന ആളുകൾ അതങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ ഇവരുടെ റീച്ച് താഴേക്ക് പോകും. അപ്പോൾ അതൊന്ന് ഈ കമൻ്റ് ഇടുന്ന കമൻറ്റോളിച്ചികളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ അത്രയും നല്ലത്. പ്രത്യേകിച്ചും ബിന്ദു ഇവിടെ എങ്ങനെ ഉണ്ടെങ്കിൽ കേട്ടോ,
അപ്പോൾ ബിന്ദു വന്നിട്ട് എന്നെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് പോലെ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ പൊന്നു ബിന്ദു നല്ല ഒന്നാം തരം മറുപടി ആയിരിക്കും ഞാൻ കമൻറ്റിൽ തരുന്നത്. ഞാൻ വീഡിയോയിൽ മാത്രമേ ഞാൻ തെറി പറയാതെ ഉള്ളൂ. വീഡിയോയിൽ ഞാൻ തെറി പറയാറില്ല. കാരണം അതെനിക്ക് തീരെ താല്പര്യം, പ്രത്യേകിച്ചും തെറി പറയുന്നതിനോട് തീരെ താല്പര്യമുള്ള ആളല്ല. വീഡിയോയിൽ ഞാൻ തീരെ തെറി പറയാറില്ല. കാരണം എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ കുട്ടികളുണ്ട്, മുതിർന്ന ആളുകളുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ എൻ്റെ വീഡിയോസ് കാണുന്ന ഓരോ ആളുകളോടും എനിക്ക് കടമയും കടപ്പാടും റെസ്പെക്റ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ വന്നിട്ട് ഒരു തരത്തിലും അസഭ്യമായിട്ടുള്ള വാക്കുകൾ പറയാനായിട്ട് ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി തന്നേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.